തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ദൈവത്തിൻ്റെ വലിയ കൃപയാൽ വീണ്ടും ദൈവവചനത്തിൻ്റെ കീഴിലായിരിക്കുവാൻ സ്വർഗത്തിൽ ദൈവം നമുക്കൊരുക്കിയ ഈ നല്ല അവസരത്തിനായി നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. അനുഗ്രഹം പ്രാപിക്കാൻ എന്ത് ചെയ്യണമെന്ന് നാം ചിന്തിക്കുകയാണ്. ദൈവത്തിൻ്റെ അനുഗ്രഹം പ്രാപിക്കാൻ ഏറ്റവും വലിയ മുഖാന്തരമാണ് ദൈവസ്ഥനിൽ പാപങ്ങൾ അനുദപിച്ച് ഏറ്റുപറഞ്ഞ് പാപക്ഷമ സ്വീകരിക്കുക. ഒരു മനുഷ്യൻ്റെ അനുഗ്രഹത്തിന് ഏറ്റവും വലിയ തടസ്സം പാപമാണെങ്കിൽ പാപമോചനം അനുഗ്രഹത്തിന് കാരണമാണ്. പാപമോചനം പ്രാപിക്കാൻ നാം ചെയ്യേണ്ടത് പാപം എന്താണെന്ന് തിരിച്ചറിഞ്ഞ് ആ ദൈവസ്ഥനിൽ ഏറ്റുപറഞ്ഞ് പാപക്ഷമ സ്വീകരിക്കുക. പാപം എന്താണെന്ന് അറിയണമെങ്കിൽ ദൈവത്തിൻ്റെ വചനം പറയുന്നു എന്താണ് പാപമെന്ന്. നിയമത്തിൻ്റെ ലംഘനമാണ് പാപം. ദൈവം മനുഷ്യൻ നൽകിയിരിക്കുന്ന നിയമങ്ങൾ കൽപ്പന ലംഘിക്കുന്ന പാപമാണെങ്കിൽ ദൈവത്തിൻ്റെ നിയമം അനുസരിക്കുന്നത് അനുഗ്രഹത്തിന് കാരണമാണ്. ദൈവത്തിൻ്റെ നിയമം എന്താണെന്ന് പരിശോധിക്കുമ്പോൾ വിശുദ്ധ ഗ്രന്ഥം മുഴുവൻ ദൈവത്തിൻ്റെ നിയമങ്ങളാണ്. എന്നാൽ ആ നിയമം മനുഷ്യനെ അനുസരിക്കാൻ ദൈവം 10 നിയമങ്ങളാക്കി മോശ മുഖാന്തരം ദൈവജനത്തിന് നൽകി. ഈ 10 കൽപ്പനകൾ 10 നിയമങ്ങൾ അനുസരിച്ചാൽ അത് അനുഗ്രഹമാണ്, അനുസരിക്കാതിരുന്നാൽ അത് പാപവുമാണ്. അങ്ങനെയാണെങ്കിൽ ദൈവം മനുഷ്യൻ നൽകിയിരിക്കുന്ന കൽപ്പനകളിൽ ഏതെല്ലാമാണ് അനുസരിക്കേണ്ടത് എന്ന് നാം തിരിച്ചറിയണം. ദൈവത്തിൻ്റെ വചനം പരിശോധിക്കുമ്പോൾ ദൈവം നൽകിയിരിക്കുന്ന ഒരു കൽപ്പനയാണ് പുറപ്പാടിൻ്റെ പുസ്തകം 20-ാം അധ്യായം 14-ാം വാക്യം. വ്യഭിചാരം ചെയ്യരുത്. വ്യഭിചാരം ചെയ്യുന്നത് പാപമാണ് എന്ന് കർത്താവിൻ്റെ വചനം വ്യക്തമായിട്ട് വെളിപ്പെടുത്തുക. എന്താണ് വ്യഭിചാരം എന്നാൽ? അവിഹിതമായ ശാരീരിക ബന്ധമാണ് വ്യഭിചാരമെന്ന് കർത്താവിൻ്റെ വചനം വെളിപ്പെടുത്തുന്നു. നിയമപരമല്ലാത്ത ശാരീരിക ബന്ധമാണ് വ്യഭിചാരം. ആ വ്യഭിചാരത്തിൻ്റെ മറ്റു പ്രവൃത്തികളാണ് ആസക്തിയുള്ള സ്പർശനം, സ്വർഗഭോഗം, സ്വയംഭോഗം, മൃഗഭോഗം. എന്നാൽ ഇതെല്ലാം പ്രവൃത്തിയാലുള്ള വ്യഭിചാരമാണ്. ഒരു മനുഷ്യൻ വേറൊരു വ്യക്തിയുമായിട്ടും ശാരീരികമായിട്ട് പ്രവൃത്തിയാൽ വ്യഭിചാരം ചെയ്യുന്നു. എന്നാൽ കർത്താവിൻ്റെ വചനം പരിശോധിക്കുമ്പോൾ പ്രവൃത്തി കൂടാതെ മനോഭാവത്താൽ വ്യഭിചാരം ചെയ്യാൻ സാധിക്കുമെന്ന് കർത്താവിൻ്റെ വചനം വെളിപ്പെടുത്തുക. ഒരു പ്രവൃത്തിയുമില്ലാതെ ഒരു മനുഷ്യന് വ്യഭിചാരം എന്ന പാപം ചെയ്യാൻ സാധിക്കും. അത് ആ വ്യക്തിയുടെ ജീവിതത്തെ തകർത്ത് കളയാൻ കാരണമായി തീരും. അത് പാപമാണ്. അങ്ങനെയാണെങ്കിൽ എന്താണ് മനോഭാവത്തിലുള്ള വ്യഭിചാരം? കർത്താവിൻ്റെ വചനം പരിശോധിക്കുമ്പോൾ വിശുദ്ധ മത്തായി ശ്ലീഹ എഴുതിയ രക്ഷാസുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 27 മുതലുള്ള വാക്യം പരിശോധിക്കുമ്പോൾ കർത്താവായ യേശുക്രിസ്തു ഇങ്ങനെ കൽപ്പിക്കുന്നു, വ്യഭിചാരം ചെയ്യരുത് എന്ന് കൽപ്പിച്ചിട്ടുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ആസക്തിയോടെ സ്ത്രീയെ നോക്കുന്നവൻ ഹൃദയത്തിൽ അവളുമായി വ്യഭിചാരം ചെയ്ത് കഴിഞ്ഞു. നാം ആദ്യം കേട്ടത് പ്രവൃത്തിയാനുള്ള വ്യഭിചാരമാണെങ്കിൽ ഇപ്പോൾ നാം കേൾക്കുന്നത് മനോഭാവത്തിലുള്ള വ്യഭിചാരമാണ്. മനസ്സുകൊണ്ട് ഒരു വ്യക്തിക്ക് വ്യഭിചാരം ചെയ്യാൻ സാധിക്കും. ഒരു പ്രവൃത്തിയുമില്ലാതെ മനസ്സുകൊണ്ട് വ്യഭിചാരം ചെയ്യാൻ സാധിക്കും. എന്താണ് മനോഭാവത്തിൽ വ്യഭിചാരം? വചനം പറയുന്നു, സ്ത്രീയെ അല്ലെങ്കിൽ പുരുഷനെ ആസക്തിയോടെ നോക്കുന്നവൾ അവനുമായി അവളുമായി വ്യഭിചാരം എന്ന പാപം ചെയ്തു കഴിഞ്ഞു. വ്യഭിചാരത്തിന് തുല്യമായ പ്രവൃത്തിയാണ് ആസക്തിയോടെയുള്ള നോട്ടം. എന്താണ് ഈ ആസക്തിയോടുള്ള നോട്ടം എന്ന് പറഞ്ഞാൽ? അതായത് ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ ആസക്തി വിതയ്ക്കപ്പെടുന്ന എന്തെങ്കിലും കാഴ്ചകൾ കാണുന്നതാണ് ആസക്തിയോടുള്ള വ്യഭിചാരം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു മനുഷ്യനെ നോക്കുന്ന ഒരിക്കലും തെറ്റല്ല. ഒരു പുരുഷൻ ഒരു സ്ത്രീയെ നോക്കുന്നത് ഒരിക്കലും തെറ്റല്ല. തെറ്റാണെങ്കിൽ ഒരു അപ്പന് സ്വന്തം മകളെ നോക്കാൻ പോലും പാടില്ല. ഒരു സ്ത്രീ പുരുഷനെ നോക്കുന്ന ഒരിക്കലും തെറ്റല്ല. തെറ്റാണെങ്കിൽ അമ്മയ്ക്ക് സ്വന്തം മകനെ നോക്കാൻ പാടില്ല. ഒരു പുരുഷൻ സ്ത്രീയോ അല്ലെങ്കിൽ സ്ത്രീ പുരുഷൻ നോക്കുന്നതല്ല തെറ്റ്. പിന്നെ ഒരു പുരുഷൻ ഒരു സ്ത്രീയെ ആസക്തിയോടെ നോക്കുന്നതാണ് പാപം, വ്യഭിചാരം എന്ന് പറയുന്നത്. ഒരു സ്ത്രീ ഒരു പുരുഷനെ ആസക്തിയോടെ നോക്കുന്നതാണ് വ്യഭിചാരം എന്ന് പറയുന്നത്. എന്താണ് ആസക്തിയോടെ നോക്കുക എന്ന് പറഞ്ഞാൽ? എൻ്റെ ഹൃദയത്തിൽ ആസക്തി വിതയ്ക്കപ്പെടുന്ന എന്തെങ്കിലും കാഴ്ചകൾ ഞാൻ കാണുന്നുവെങ്കിൽ അതാണ് ആസക്തിയോടെ നോക്കുക എന്ന് പറഞ്ഞത്. ഞാനൊരു സ്ത്രീയെ നോക്കുന്ന ഒരിക്കലും തെറ്റല്ല. പക്ഷേ ഞാനൊരു സ്ത്രീയെ നോക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിൽ ആസക്തി വിതയ്ക്കപ്പെടുന്ന എന്തെങ്കിലും കാഴ്ചകൾ ഞാൻ കാണുന്നുവെങ്കിൽ അത് വ്യഭിചാരം തന്നെയാണ്. അതായത് ഓർമ്മ വെച്ച നാൾ മുതൽ ഇന്ന് വരെ നമ്മുടെ കണ്ണുകൊണ്ട് നാം എന്തെല്ലാം ആസക്തി നിറഞ്ഞ കാഴ്ചകൾ കണ്ടിട്ടുണ്ടോ അതെല്ലാം വ്യഭിചാരത്തിന് കാരണമായ കാഴ്ചകളാണ്. ഓർമ്മ വെച്ച നാൾ മുതൽ ഇന്ന് വരെ ഈ കണ്ണുകൊണ്ട് എന്തെല്ലാം അശുദ്ധമായ കാര്യങ്ങൾ കണ്ടിട്ടുണ്ട്, മ്ലേച്ഛമായ കാര്യങ്ങൾ കണ്ടിട്ടുണ്ട്, ലൈംഗികമായ കാര്യങ്ങൾ കണ്ടിട്ടുണ്ട്. എൻ്റെ ഹൃദയത്തിൽ ആസക്തി വിതയ്ക്കപ്പെടുന്ന എന്തെല്ലാം കാഴ്ചകൾ അതെല്ലാം വ്യഭിചാരത്തിന് കാരണമായിട്ടുണ്ട്. അതെല്ലാം വ്യഭിചാരമാണെന്ന് കർത്താവിന്റെ വചനം വെളിപ്പെടുത്തുകയാണ്. അങ്ങനെയാണെങ്കിൽ അശുദ്ധമായ സിനിമകൾ കണ്ടതിലൂടെ വന്നിരിക്കുന്ന അശുദ്ധമായ കാഴ്ചകൾ,
നേരിട്ടുമല്ലാതെ ലൈംഗികമായ കാര്യങ്ങൾ, മ്ലേച്ഛമായ കാര്യങ്ങൾ കണ്ടതിലൂടെ എൻ്റെ ഹൃദയത്തിൽ വിതയ്ക്കപ്പെട്ട അശുദ്ധമായ ആസക്തികൾ, ലൈംഗികമായ ദൃശ്യങ്ങൾ നേരിട്ടുമല്ലാതെയും കണ്ടതിലൂടെ, മ്ലേച്ഛമായ ദൃശ്യങ്ങൾ, നഗ്നമായ ദൃശ്യങ്ങൾ ഞാൻ നേരിട്ടുമല്ലാതെയും കണ്ടതിലൂടെ എൻ്റെ ഹൃദയത്തിൽ വിതയ്ക്കപ്പെട്ട ആസക്തികൾ, ഇതെല്ലാം എൻ്റെ ഹൃദയത്തിൽ വ്യഭിചാരത്തിന് കാരണമായിട്ടുണ്ട്. ഇന്ന് ഏറ്റവും കൂടുതൽ വ്യഭിചാരം എന്ന പാപം പടർന്നു പിടിക്കാൻ കാരണമായ ഒരു കാരണമാണ് നഗ്നത കാണുന്നത്. നഗ്നത കാണുന്നത് പാപമാണ്. ഇന്ന് നഗ്നത പ്രദർശിപ്പിക്കുന്നത് വ്യഭിചാരത്തിന് കാരണമായൊരു പാപമാണ്. പലപ്പോഴും ഇത് തെറ്റാണെന്ന് അറിയാതെ അനേകം പേര് ഈ പാപത്തിന് അടിമയാണ്. പലപ്പോഴും പല യുവതി യുവാക്കൾ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോണിലെല്ലാം ഏറ്റവും കൂടുതൽ അവർ സൂക്ഷിച്ചിരിക്കുന്നത് നഗ്നമായ ദൃശ്യങ്ങൾ, ലൈംഗികമായ ദൃശ്യങ്ങളാണ്. ഇന്ന് മനുഷ്യന് ദൈവം നൽകിയിരിക്കുന്ന ഒരു അനുഗ്രഹമാണ് മൊബൈൽ ഫോൺ. എന്നാൽ ഈ മൊബൈൽ ഫോൺ തന്നെ ഏറ്റവും കൂടുതൽ ആധിപത്യം എടുക്കുന്ന പിശാചാണ്. തിന്മയ്ക്ക് വേണ്ടിയാണ് ഏറ്റവും കൂടുതൽ മൊബൈൽ ഫോൺ ഇന്ന് ഉപയോഗിക്കപ്പെടുന്നത്. മനുഷ്യന് നന്മയ്ക്ക് വേണ്ടി ലഭിച്ചിരിക്കുന്ന ഇത് മനുഷ്യൻ ഏറ്റവും കൂടുതൽ തിന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു കാലഘട്ടമാണ്. അതുപോലെ തന്നെ ഇൻ്റർനെറ്റ്, വാട്സപ്പ് അല്ലെങ്കിൽ ഫേസ്ബുക്ക്, ഇതെല്ലാം മനുഷ്യന് ഒത്തിരി ഉപകാരമുള്ള ഒന്നാണ്, മനുഷ്യന് ഒത്തിരി ഉപകാരപ്പെടുന്ന ഒന്നാണ്. എങ്കിൽ ഇത് തന്നെ ഇന്ന് മനുഷ്യൻ തിന്മയ്ക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുക. പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ യുവതി യുവാക്കളുടെ ഇടയിൽ പാപം ചെയ്യാൻ പ്രലോഭനം നൽകുന്ന ഒരു മേഖലയായി മാറിയിരിക്കുകയാണ്. ഒരിക്കൽ ഞാൻ ഒരു യൗവനക്കാരൻ്റെ മൊബൈൽ ഫോൺ പരിശോധിച്ചപ്പോൾ അവൻ്റെ അനുവാദത്തോടെ തന്നെ പരിശോധിച്ചത്. 100 കണക്കിനാണ് നഗ്ന ദൃശ്യങ്ങൾ. അന്ന് അനേകം മക്കള്, കൊച്ചു കുഞ്ഞുങ്ങൾ പോലും ഇത് കണ്ട് ആസ്വദിക്കുന്ന ഒരു കാലഘട്ടമായി മാറിയിരിക്കുക. ഇന്ന് നെറ്റിലൂടെ മാതാപിതാക്കൾ കാണാതെ മക്കൾ രഹസ്യമായി നെറ്റ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ, ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ, അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾ മിക്കവാറും കുഞ്ഞുങ്ങൾ പാപത്തിന് കാരണമായി തീരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് മാതാപിതാക്കൾ ശ്രദ്ധിക്കണം. മാതാപിതാക്കൾക്ക് കാണാൻ കഴിയുന്ന സ്ഥലത്ത് മാത്രമേ ഇന്ന് കമ്പ്യൂട്ടർ, ലാപ്ടോപ്പ് ഉപയോഗിക്കാൻ മക്കൾ അനുവദിക്കാവൂ. രഹസ്യമായി ആരും കാണാതെ വാതിലടച്ച് മുറിക്കകത്തിരുന്ന് ഏതെങ്കിലും മക്കൾ നെറ്റ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് വളരെ സൂക്ഷിക്കേണ്ടത് ആവശ്യമാണ്. അനേകം മക്കൾ തെറ്റിപ്പോകാൻ കാരണമായൊരു മേഖലയാണ്. മാതാപിതാക്കൾ അറിയുന്നില്ല, മക്കൾ തെറ്റിപ്പോകുന്നത് പോലും അറിയുന്നില്ല. അവസാനം വീണ് കഴിഞ്ഞ് തകർന്നു കഴിയുമ്പോഴാണ് മാതാപിതാക്കൾ തിരിച്ചറിയുന്നത്. അനേകം മക്കൾ ജഡിക ആസക്തി അവരുടെ ഹൃദയത്തിൽ വിതയ്ക്കപ്പെടാൻ ഒരു കാരണം ഇതാണ്. വ്യഭിചാര ആസക്തി അവരുടെ ഹൃദയത്തിൽ വിതയ്ക്കപ്പെടാൻ ഒരു കാരണമാണ് കണ്ണുകൊണ്ട് അശുദ്ധമായത് കാണുന്നു. ഒരിക്കൽ ഒരു 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി എൻ്റെ അടുക്ക് വന്നിട്ട് വളരെ വേദനയോടെ കണ്ണുനീരോടെ പറഞ്ഞൊരു കാര്യമുണ്ട്, എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല. ഞാൻ പഠിക്കാനിരിക്കുമ്പോൾ പല വിചാരങ്ങളാണ്. ഞാൻ ചോദിച്ചു, മോനെ എന്ത് വിചാരമാണ്? നല്ല വിചാരമാണോ അതോ ചീത്ത വിചാരങ്ങളാണോ? ആ കുഞ്ഞ് പറഞ്ഞൊരു കാര്യമുണ്ട്, എൻ്റെ കണ്ണടച്ചാൽ, ഞാൻ പഠിക്കാനിരിക്കുമ്പോൾ പ്രാർത്ഥിക്കാനിരിക്കുമ്പോഴൊക്കെ എൻ്റെ കണ്ണിൽ, എൻ്റെ മനസ്സിൽ തെളിഞ്ഞു വരുന്ന അശുദ്ധമായ ചിന്തകൾ, ആഗ്രഹങ്ങൾ, സ്വപ്നങ്ങൾ, വിചാരങ്ങളാണ്. അതുകൊണ്ട് എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല, പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. ഒറ്റയ്ക്ക് ഇരുന്നാൽ ഇങ്ങനെ അശുദ്ധമായ ചിന്തകൾ എൻ്റെ മനസ്സിലേക്ക് കയറി വരിക. ഞാൻ പറഞ്ഞു, മോനെ നിൻ്റെ ഹൃദയത്തിൽ അശുദ്ധമായ ചിന്തകൾ, ആഗ്രഹങ്ങൾ, സ്വപ്നങ്ങളുണ്ടെങ്കിൽ നിൻ്റെ ഹൃദയത്തിൽ അശുദ്ധിയുണ്ട്. നീ ഏതെങ്കിലും പാപത്തിന് അടിമപ്പെട്ടിട്ടുണ്ടോ? അപ്പോൾ ആ കുഞ്ഞ് പറയുകയാണ്, ഞാൻ ചെയ്യാത്ത ഒരു പാപം പോലുമില്ല, സകല പാപത്തിനും ഞാൻ അടിമയാണ്. ഞാൻ വിചാരിച്ചു അവന് 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞല്ലേ, അവന് പാപങ്ങളെക്കുറിച്ചൊന്നും വ്യക്തമായിട്ട് അറിയില്ലാത്തതുകൊണ്ടായിരിക്കും. അതുകൊണ്ട് നീ ചെയ്ത പാപങ്ങളൊക്കെ ഒന്ന് പറയാൻ പറഞ്ഞു. അവൻ്റെ ഓർമ്മ വെച്ച നാൾ മുതൽ അവൻ ചെയ്തു പോയ പാപങ്ങളെക്കുറിച്ച് അവൻ പറയാൻ തുടങ്ങി. അവസാനം പറയുകയാണ്, ഞാൻ ചെയ്യാത്ത ഒരു പാപം പോലും, വ്യഭിചാരം വരെ ചെയ്തിട്ടുണ്ട്. ഞാൻ ചോദിച്ചു, മോനെ ഇത്രമാത്രം മ്ലേച്ഛമായ പാപത്തിന് നീ അടിമയായി തീരാൻ കാരണം എന്താ? നീ ആദ്യമായി പാപം ചെയ്ത് എവിടെ വെച്ചാൽ എങ്ങനെയാണെന്ന് ചോദിച്ചു. ഒരു ദിവസം ഞാൻ എൻ്റെ കൂട്ടുകാരൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ അവിടെ ആരുമില്ലെന്ന് വിചാരിച്ച് തിരിച്ച് പോരാൻ നേരത്ത് ഒരു ശബ്ദം കേട്ടു. നോക്കിയപ്പോൾ ഒരു ജനൽ തുറന്ന ആ മുറിയിൽ നിന്നാണ് ശബ്ദം കേട്ടത്. അവൻ വേഗം എന്താ ശബ്ദം കേട്ടെന്ന് അറിയാൻ വേണ്ടി അവൻ ആ തുറന്നെടുക്കുന്ന ജനലിലൂടെ മുറിക്കകത്ത് നോക്കുമ്പോൾ അവൻ്റെ കൂട്ടുകാരൻ ആരും കാണാതെ ഒരു അശുദ്ധമായ മ്ലേച്ഛമായൊരു സിനിമ കണ്ടുകൊണ്ടിരിക്കുക. ഇത് കണ്ടപ്പോൾ ഈ കുഞ്ഞ് ഇങ്ങനെ ചിന്തിച്ചേ, ഇത് അശുദ്ധിയാണല്ലോ, ഇവൻ ഇതാണ് കാണുന്നത്, അയ്യെന്ന് പറഞ്ഞവൻ പുറകിലേക്ക് തിരിഞ്ഞു. എന്നിട്ട് വീണ്ടും ഒന്നുകൂടെ ഈ കുഞ്ഞ് ആ ദൃശ്യം കാണാൻ വേണ്ടി നോക്കി. അത് തീരുന്നവരെ കണ്ടു കഴിഞ്ഞപ്പോൾ ഈ കുഞ്ഞ് പറയുകയാണ്, എനിക്ക് കാണണ്ടായിരുന്നു, അത് കാണണ്ടായിരുന്നു. പിന്നെ പോകുന്ന വഴിക്കെല്ലാം, വീട്ടിൽ ചെല്ലുന്നവരെയും ഈ ചിന്തകൾ, ഈ ചിത്രങ്ങൾ ഇങ്ങനെ മനസ്സിൽ തെളിഞ്ഞു വരാൻ തുടങ്ങി.
പിന്നെ പഠിക്കാനിരിക്കുമ്പോൾ, ഒറ്റയ്ക്കിരിക്കുമ്പോൾ, പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ എപ്പോഴും ഈ ചിത്രങ്ങളാണ് മനസ്സിലേക്ക് തെളിഞ്ഞു വരുന്നത്. പിന്നെ ഈ കുഞ്ഞിൻ്റെ ഹൃദയത്തിൽ ഇങ്ങനെയുള്ള ചിത്രങ്ങൾ കാണുന്ന ഒരു ആഗ്രഹമായി അവൻ ക്ലാസ് കട്ട് ചെയ്ത് ഇതുപോലെ സിനിമ കാണാൻ പോകാൻ തുടങ്ങി. അവന് ഇതുപോലുള്ള കാസറ്റുകൾ എവിടെയെല്ലാം കിട്ടുന്നോ അതുപോലെ കാസറ്റുകൾ മേടിക്കാൻ തുടങ്ങി, CD മേടിക്കാൻ തുടങ്ങി. ഇതിനെക്കുറിച്ച് അറിയാനുള്ള ബുക്കുകൾ എവിടെയെല്ലാം കിട്ടുന്നു അതൊക്കെ മേടിച്ച് വായിക്കാൻ തുടങ്ങി. 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞ് പറയുകയാണ്, ഇപ്പോൾ ഞാൻ കണ്ടതും വായിച്ചതും അറിഞ്ഞതുമായ എല്ലാം എൻ്റെ ജീവിതത്തിൽ ഞാൻ പ്രവർത്തിക്കാൻ തുടങ്ങി. ഇപ്പോൾ ഞാൻ ചെയ്യാത്ത ഒരു പാപം പോലെ സകല പാപത്തിന് ഞാൻ അടിമയാണ്. ഇതൊരു കൊച്ചു കുഞ്ഞിൻ്റെ വേദനിപ്പിക്കുന്ന അനുഭവമാണെങ്കിൽ ഈ സ്വരം കേൾക്കുന്ന നമ്മുടെയൊക്കെ ജീവിതത്തിൽ എത്രയോ പ്രാവശ്യം നാം കണ്ട അശുദ്ധമായ ദൃശ്യങ്ങളിലൂടെ നമ്മുടെ ഹൃദയത്തിൽ ആസക്തി വിതയ്ക്കപ്പെട്ടിട്ടുണ്ട്. ഓർമ്മ വെച്ച നാൾ മുതൽ ഇന്ന് വരെ ഈ കണ്ണുകൊണ്ട് എന്തുമാത്രം അശുദ്ധമായ കാര്യങ്ങൾ കണ്ടിട്ടുണ്ട്. ഞാൻ വലിയ പാപമൊന്നും ചെയ്യാറില്ല, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് സ്വയം നീതീകരിക്കുമ്പോൾ പരിശോധിക്കണം. എൻ്റെ ഓർമ്മ വെച്ച നാൾ മുതൽ ഇന്ന് വരെ ഈ കണ്ണുകൊണ്ട് ആസക്തി നിറഞ്ഞ ജഡികമായ ആസക്തി എൻ്റെ ഹൃദയത്തിൽ വിതയ്ക്കപ്പെടാൻ കാരണമായ എന്തുമാത്രം കാര്യങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. ഓർമ്മ വെച്ച നാൾ മുതൽ ഇന്ന് വരെ ഈ കണ്ണുകൊണ്ട് ചെയ്തു പോയ സകല പാപങ്ങളും കർത്താവായ യേശുവിൻ്റെ മുന്നിൽ കർത്താവിൻ്റെ തിരുമുറിവിൽ സമർപ്പിച്ചുകൊണ്ട് കർത്താവിൻ്റെ രക്തത്താൽ കഴുകണമേ എന്ന് വലിയ ദാഹത്തോടെ ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ നാം ഓർമ്മ വെച്ച നാൾ മുതൽ ഇന്ന് വരെ ചെയ്തു പോയ ഓരോ പാപങ്ങളും, പ്രത്യേകിച്ച് കണ്ണുകൊണ്ട് ചെയ്തു പോയ സകല പാപങ്ങളും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മുമ്പാകെ അനുതാപത്തോടെ ഏറ്റുപറഞ്ഞ യേശുവിൻ്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ചാൽ അതിൽ നമുക്ക് വലിയൊരു വിടുതലുണ്ട് എന്നുള്ള സത്യം നാം തിരിച്ചറിയണം. നഗ്നത കാണുന്നത് പാപമാണെങ്കിൽ നഗ്നത പ്രദർശിപ്പിക്കുന്നതും പാപം തന്നെയാണ്. കർത്താവിൻ്റെ വചനം പരിശോധിക്കുമ്പോൾ നഗ്നത പ്രദർശിപ്പിക്കുന്നത് പാപമാണെന്ന് കർത്താവിൻ്റെ വചനം വ്യക്തമായിട്ട് വെളിപ്പെടുത്തുന്നുണ്ട്. മർക്കോസ് സുവിശേഷം 9-ാം അധ്യായം 42-ാം വാക്യം പരിശോധിക്കുമ്പോൾ കർത്താവിൻ്റെ വചനം എങ്ങനെ പറയുന്നു, വിശ്വസിക്കുന്ന ഈ ചെറിയ ഒരുവനെ ഇടർച്ച വരുന്നവൻ ആരായാലും അവന് കൂടുതൽ നല്ലത് ഒരു വലിയ തിരികല്ല് കഴുത്തിൽ കെട്ടി കടലിൽ എറിയപ്പെടുന്നതാണ്. അതായത് കർത്താവിന്റെ വചനം പറയുന്നു, മറ്റുള്ളവർക്ക് ഇടർച്ച വരുത്തുന്ന വസ്ത്രധാരണം അത് പാപമാണ്. അങ്ങനെയുള്ളവർക്ക് ഉള്ള ശിക്ഷ എന്തെന്ന് ചോദിച്ചാൽ അവർ വലിയ തിരികല്ല് കഴുത്തിൽ കെട്ടി കടലിൽ താഴ്ത്തുകയാണ്. നമ്മുടെ വസ്ത്രധാരണം മറ്റുള്ളവർക്ക് ഇടർച്ച നൽകുന്നുണ്ടോ? വസ്ത്രധാരണം മറ്റുള്ളവർക്ക് പാപം ചെയ്യാൻ കാരണമായി തീരുന്നുണ്ടോ എന്ന് പരിശോധിക്കുക. അതായത് വസ്ത്രം എന്നുള്ളത് നഗ്നത മറയ്ക്കാനാണ്. എന്നാൽ നഗ്നത പ്രദർശിപ്പിക്കുന്നത് അത് വ്യഭിചാരത്തിന് കാരണമായി തീരുന്നു എന്ന് കഥാപാത്രം വെളിപ്പെടുത്തുകയാണ്. യേശുബാറാസിന്റെ പുസ്തകം 9-ാം അധ്യായം 5 മുതലുള്ള വാക്യത്തിൽ കർത്താവിന്റെ വചനം പറയുന്നു, കന്യകയുടെ മേൽ കണ്ണു വെക്കരുത്, സ്ത്രീ സൗന്ദര്യം അനേകരെ വഴിതെറ്റിച്ചിട്ടുണ്ട്. വികാരം അഗ്നി പോലെ ആളിക്കത്തുന്നതാണ്. കർത്താവിന്റെ വചനം പറയുകയാണ്, സ്ത്രീ സൗന്ദര്യം അനേകം പേരെ വഴിതെറ്റിച്ചിട്ടുണ്ട്. അനേകം പേര് വഴിതെറ്റിപ്പോവാൻ കാരണം സ്ത്രീ സൗന്ദര്യം പ്രദർശിപ്പിക്കുന്നത് കൊണ്ടാണെന്ന് കർത്താവിന്റെ വചനം വ്യക്തമായി വെളിപ്പെടുത്തുകയാണ്. ഇന്ന് അനേകം പേര് വസ്ത്രദാനത്തിലൂടെ സൗന്ദര്യം പ്രദർശിപ്പിക്കുന്നതിലൂടെ അനേകം പേർക്ക് ഇടർച്ചയായി മാറുകയാണ്. കർത്താവിന്റെ വചനം പരിശോധിക്കുമ്പോൾ വീണ്ടും കർത്താവിന്റെ വചനം പറയുന്നു, 1 കൊരിന്ത്യസ് 6:13 പറയുന്നു, ശരീരം ദുർവൃത്തിക്ക് വേണ്ടിയുള്ളതല്ല, പ്രത്യേക ശരീരം കർത്താവിനും കർത്താവ് ശരീരത്തിന് വേണ്ടിയുള്ളതാണ്. ഈ ശരീരം മറ്റുള്ളവരെ പ്രലോഭനത്തിലേക്ക് നയിക്കാനുള്ളതല്ല, ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ, ദൈവത്തിൻ്റെ ആലയമായി ദൈവത്തിന് വസിക്കാനുള്ള ദൈവത്തിൻ്റെ ആലയമായി നാം കാത്തു സൂക്ഷിക്കേണ്ടതാണ് എന്ന് കർത്താവിൻ്റെ വചനം വ്യക്തമായിട്ട് വെളിപ്പെടുത്തുകയാണ്. അതുകൊണ്ട് കഴിഞ്ഞ കാലങ്ങളിൽ എപ്പോഴെങ്കിലും ദൈവത്തിൻ്റെ നിയമം ലംഘിച്ച് പാപം ചെയ്യുവാൻ എൻ്റെ ശരീരം ഞാൻ പ്രദർശിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അനുദപിക്കുക, കർത്താവിൻ്റെ സ്ഥലം ഏറ്റുപറയുക, പാപക്ഷമ സ്വീകരിക്കുക, യേശു രക്തത്താൽ കഴുകൽ പ്രാപിക്കുക. ഇന്ന് വസ്ത്രദാനത്തിൽ അടുക്കും ചിട്ടയും ഇല്ലാത്തൊരു സമൂഹമാണ്. കർത്താവിൻ്റെ വചനം പരിശോധിക്കുമ്പോൾ ആവർത്തന പുസ്തകം 22-ാം അധ്യായം 5-ാം വാക്യത്തിൽ കർത്താവിൻ്റെ വചനം പറയുകയാണ്, പുരുഷന്മാരുടെ വസ്ത്രം സ്ത്രീയും സ്ത്രീയുടെ വസ്ത്രം പുരുഷന്മാരും ധരിക്കുന്നത് യഹോവയായ ദൈവത്തിന് വെറുപ്പാണ്. ദൈവം വെറുക്കുന്ന ഒരു കാര്യമാണ് സ്ത്രീകൾ പുരുഷന്മാരുടെ വസ്ത്രം ധരിക്കുന്നു, പുരുഷന്മാർ സ്ത്രീകളുടെ വസ്ത്രം ധരിക്കുന്നു. ഇത് ദൈവത്തിന് വെറുപ്പാണ്. ദൈവത്തിന് വചനം പഠിപ്പിക്കും. അപ്പോൾ ദൈവത്തിന് വെറുപ്പുണ്ടാകുന്ന വസ്ത്രധാരണം അത് പാപമാണെന്ന് തിരിച്ചറിഞ്ഞ്
ദൈവത്തിന് മഹത്വം കൊടുക്കുന്ന വസ്ത്രധാരണം, അതായത് എൻ്റെ ശരീരത്തെ ദൈവത്തിൻ്റെ ആലയമായി ഞാൻ സൂക്ഷിക്കുന്ന ആ ഒരു മനോഭാവത്തോടെ വസ്ത്രം ധരിക്കുന്ന, മറ്റുള്ളവർക്ക് ഇടർച്ച നൽകാതെ, മറ്റുള്ളവർക്ക് പ്രലോഭനം നൽകാതെ, മറ്റുള്ളവരുടെ വികാരങ്ങൾ ആളിക്കത്തുവാൻ കാരണമായി തീരാതെ, മറ്റുള്ളവർ കണ്ണുവയ്ക്കാൻ, മറ്റുള്ളവരുടെ ശ്രദ്ധയെ നേടുവാൻ വേണ്ടി, ഇതൊരു വൈകല്യമാണ്, ഒരു ആന്തരിക മുറിവാണെന്ന് നാം തിരിച്ചറിയണം. പലപ്പോഴും ഈ വസ്ത്രധാരണം മറ്റുള്ളവരെ ആകർഷിക്കാൻ വേണ്ടിയുള്ള വസ്ത്രധാരണം മനസ്സിൻ്റെ മുറിവാണ്. ഇങ്ങനെ മുറിവേറ്റവർ മറ്റുള്ള ശ്രദ്ധ നേടാൻ വേണ്ടി എന്തും ചെയ്യും, എന്തും പ്രവർത്തിക്കും. അതുകൊണ്ട് ഇതിൻ്റെ പിന്നിൽ ഒരു തിന്മയ്ക്ക് ആധിപത്യമുണ്ടെന്ന് തിരിച്ചറിയണം. മറ്റുള്ളവരെ പ്രലോഭനത്തിൽ നയിക്കുന്നത് പിശാചാണ്, പാപത്തിൻ്റെ പ്രലോഭനത്തിലേക്ക് നയിക്കുന്ന പിശാചാണ്. അതുകൊണ്ട് ഞാൻ മറ്റുള്ളവർക്ക് പാപ കാരണമായി തീരുന്നുവെങ്കിൽ അത് ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് പാപക്ഷമ സ്വീകരിക്കുക. നഗ്നത കാണുന്നത് പാപമാണെങ്കിൽ, നഗ്നത പ്രദർശിപ്പിക്കുന്നത് പാപമാണെന്ന് കർത്താവിൻ്റെ വചനം വ്യക്തമായിട്ട് വെളിപ്പെടുത്തുക. ശരീരം മുഴുവൻ മറയ്ക്കാത്തതും അടക്കം ഒതുക്കമില്ലാത്ത വസ്ത്രധാരണം അത് പാപമാണ് തിരിച്ചറിയണം. ശരീരവയങ്ങൾ ശ്രദ്ധിക്കപ്പെടണമെന്ന ഉദ്ദേശത്തോടെ വസ്ത്രം ധരിച്ചാൽ ദൈവത്തിൻ്റെ ആലയമായ എൻ്റെ ശരീരത്തെ ഞാൻ അപമാനിക്കുന്നതിന് തുല്യമാണ്. 1 തീമോഥെയോസ് 2:9 കർത്താവിൻ്റെ വചനം പറയുന്നു, സ്ത്രീകൾ വിനയത്തോടും വിവേകത്തോടും കൂടെ ഉചിതമായ വസ്ത്രധാരണം ചെയ്ത് നടക്കണമെന്ന് ഞാൻ ഉപദേശിക്കുന്നു. കർത്താവിൻ്റെ വചനം പറയുകയാണ്, സ്ത്രീകൾ വിനയത്തോടും വിവേകത്തോടും കൂടെ ഉചിതമായ വിധം വസ്ത്രധാരണം ചെയ്ത് നടക്കണമെന്ന് ഞാൻ ഉപദേശിക്കുന്നു. പരിശുദ്ധനായ പൗലോസിലെ പരിശുദ്ധാത്മാവിൽ ഉപദേശിക്കുകയാണ്, വിനയത്തോടും വീണ്ടും വിവേകത്തോടും കൂടെ വസ്ത്രം ധരിക്കണം. ഇന്ന് വിവേകമില്ലാതെ വസ്ത്രം ധരിക്കുന്ന, അഹങ്കാരത്തോടെ വസ്ത്രം ധരിക്കുന്ന വ്യക്തികളാണ് മറ്റുള്ളവർക്ക് ഇടർച്ചയ്ക്ക് കാരണമായി തീരുന്നത്. അതുകൊണ്ട് ഞാൻ മറ്റുള്ളവരുടെ ഇടർച്ചയ്ക്ക് പാപ കാരണമായി തീർന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കുക, അനുദപിക്കുക, ഏറ്റുപറഞ്ഞ് പാപക്ഷമ സ്വീകരിക്കുക. ഓർമ്മ വെച്ച നാൾ മുതൽ ഇന്നുവരെ ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ, മറ്റുള്ളവർക്ക് പാപം ചെയ്യാൻ കാരണമായി തീർന്നിട്ടുണ്ടെങ്കിൽ അനുദപിക്കുക. മത്തായി സുവിശേഷം 5-ാം അധ്യായം 29 മുതലുള്ള വാക്കിൽ കർത്താവിന്റെ വചനം പറയുന്നു, വലത് കണ്ണ് നിനക്ക് പാപ ഹേതുവാണെങ്കിൽ അത് ചുഴിന്നെടുത്ത് എറിഞ്ഞു കളയുക. ശരീരമാകെ നരകത്തിലേക്ക് എറിയപ്പെടുന്നതിനേക്കാൾ നല്ലത് അവയവങ്ങളിലൊന്ന് നഷ്ടപ്പെടുന്നതാണ്. കർത്താവിന്റെ വചനം പറയുകയാണ്, വലത് കണ്ണ് നിനക്ക് പാപഹേതുവാകുന്നുവെങ്കിൽ നീ അത് ചുഴന്നെടുത്ത് എറിഞ്ഞു കളയുക. കാരണം ശരീരമാകെ നരകത്തിൽ എറിയപ്പെടുന്നതിനേക്കാൾ നല്ലതാണ് ഈ അവയവങ്ങളൊന്ന് എറിയപ്പെടുന്നത്. ഇതിൻ്റെ അർത്ഥം, നിനക്ക് കണ്ണിനെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ലെങ്കിൽ കണ്ണ് ചുഴന്നു കളയണം എന്നുള്ള അർത്ഥമല്ല, കണ്ണിൻ്റെ ദുരാസക്തിയെ ചുഴന്നു കളയണം. ഈ കണ്ണിൻ്റെ മേലുള്ള ദുരാസക്തികളെ പിഴുതെറിയണം. യേശുവിൻ്റെ രക്തത്താൽ കഴുകൽ പ്രാപിക്കണം. ഓർമ്മ വെച്ച നാൾ മുതൽ ഇന്നുവരെ ഈ കണ്ണുകൊണ്ട് ഞാൻ എന്തെല്ലാം കണ്ടിട്ടുണ്ടോ അതെല്ലാം കുമ്പസാരത്തിൽ ഏറ്റുപറഞ്ഞ്, യേശുവിൻ്റെ മുന്നിൽ ഏറ്റുപറഞ്ഞ്, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ തിരുരക്തത്താൽ കഴുകൽ പ്രാപിക്കണം. ഈ കണ്ണുകൊണ്ട് ഞാൻ ആരെങ്കിലും ആസക്തിയോടെ നോക്കിയിട്ടുണ്ടെങ്കിൽ, ഞാൻ എന്തെങ്കിലും അശുദ്ധമായ കാഴ്ചകൾ കണ്ടിട്ടുണ്ടെങ്കിൽ, ഞാൻ എൻ്റെ ശരീരം പാപത്തിന് വിട്ടുകൊടുത്തിട്ടുണ്ടെങ്കിൽ അത് യേശുവിൻ്റെ നാമത്തിൽ ഏറ്റുപറഞ്ഞുപേക്ഷിച്ച് യേശുവിൻ്റെ രക്തത്താൽ കഴുകൽ പ്രാപിക്കണം. വീണ്ടും കർത്താവ് വചനം പറയുകയാണ്, വലതുകരം നിനക്ക് പാപ കാരണമായിട്ടുണ്ടെങ്കിൽ അത് വെട്ടി ദൂരെ എറിയുക. ശരീരമാകെ നരകത്തിൽ പോകുന്നതിനേക്കാൾ നല്ലതാണ് അവയവങ്ങളൊന്നും നഷ്ടപ്പെടുന്നത്. അതായത് എൻ്റെ ശരീരം ഞാൻ മറ്റുള്ളവരുടെ മുന്നിൽ പ്രദർശിപ്പിച്ച് മറ്റുള്ളവർക്ക് പാപം ചെയ്യാൻ കാരണമായിട്ട് ഞാൻ നിത്യമായി നരകത്തിൽ പോകുന്നതിനേക്കാൾ നല്ലതാണ് ഈ നഗ്നത പ്രദർശിപ്പിക്കുന്നതിലൂടെ ഉണ്ടാകുന്ന, എൻ്റെ ഹൃദയത്തിലുണ്ടാകുന്ന ഈ ജഡികമായിട്ടുള്ള പ്രവണതയെ എറിഞ്ഞു കളയുക. ഇപ്പം കണ്ണിൻ്റെ ദുരാസക്തിയെ നാം പിഴുതെറിയണം. മറ്റുള്ള മുന്നിൽ നഗ്നത പ്രദർശിപ്പിക്കാനുണ്ടാകുന്ന ഈ ജഡികമായ പ്രവണതയെ നാം പിഴുതെറിയണം. അല്ലെങ്കിൽ നാം ചെന്നെത്തുന്ന നിത്യമായ നരകാഗ്നിയിലാണെന്ന് കർത്താവിന്റെ വചനം പറയുക. നിത്യമായ നരകാഗ്നിയിൽ വെന്തെരിയാതിരിക്കാൻ വേണ്ടി ഈ ആസക്തികളെ, ഈ ജഡികമായ പ്രവണതകളെ യേശുവിൻ്റെ നാമത്തിൽ ഏറ്റുപറഞ്ഞ് യേശുവിൻ്റെ രക്തത്താൽ കഴുകിയും യേശുവിൻ്റെ നാമത്തിൽ പിഴുതെറിയാൻ കർത്താവിന്റെ വചനം വെളിപ്പെടുത്തുക. ഓർമ്മ വെച്ച നാൾ മുതൽ ഇന്ന് വരെ ആസക്തിയോടെ എന്തെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അതെല്ലാം യേശുവിൻ്റെ തിരുമുന്നിൽ സമർപ്പിച്ച് രക്തത്താൽ കഴുകൽ പ്രാപിക്കുക. ഞാൻ മറ്റുള്ളവർക്കൊരു പാപ കാരണമായി തീർന്നിട്ടുണ്ടെങ്കിൽ, മറ്റുള്ളവരുടെ ഇടർച്ചയ്ക്ക് കാരണമായിട്ടുണ്ടെങ്കിൽ
ഞാൻ നഗ്നത പ്രദർശിപ്പിക്കുന്നത് മറ്റുള്ളവർക്ക് പാപം ചെയ്യാൻ കാരണമായിട്ടുണ്ടെങ്കിൽ, ഞാൻ പ്രലോഭനത്തിലൂടെ മറ്റുള്ളവർക്ക് പാപ കാരണമായിട്ടുണ്ടെങ്കിൽ, കർത്താവിൻ്റെ തിരുമുറിൽ സമർപ്പിച്ചുകൊണ്ട് യേശുവിൻ്റെ രക്തത്താൽ കഴുകണം പ്രാർത്ഥിക്കുക. എൻ്റെ കണ്ണുകളെ, എൻ്റെ ശരീരത്തിൻ്റെ ഓരോ അവയവങ്ങളെ യേശുവിൻ്റെ രക്തത്താൽ കഴുകി വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കണ്ണടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങൾ അത്യധികമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവാൻ നല്ല ദൈവമേ, കേൾപ്പിച്ച വചനത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. വ്യഭിചാരം ചെയ്യരുത് എന്നുള്ള കൽപ്പന ഞങ്ങൾ കേൾക്കുന്നു. എന്നാൽ ഞങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാനുള്ള അനേക വ്യഭിചാര പ്രവൃത്തികൾ വന്നുപോയിട്ടുണ്ട്. എന്നാൽ പ്രവൃത്തി കൂടാതെയുള്ള വ്യഭിചാരത്തെക്കുറിച്ച് ഈ നിമിഷം ഞങ്ങളോട് സംസാരിച്ചല്ലോ. കർത്താവേ, ആസക്തിയോടെ പുരുഷനെ സ്ത്രീ നോക്കുന്നവൾ അവളുമായി വ്യഭിചാരം ചെയ്തു എന്നുള്ള ആ വചനത്തിലൂടെ ഞങ്ങൾ അറിയുന്നു. കർത്താവ്, ഞങ്ങൾ കഴിഞ്ഞകാല ജീവിതത്തിൽ മനോഭാവത്തിലൂടെ വ്യഭിചാരം ചെയ്തിട്ടുള്ളവരാണ്. ഞങ്ങളുടെ കണ്ണുകൊണ്ട് പുരുഷനെ സ്ത്രീയെ നോക്കുമ്പോൾ, ആസക്തിയോടെ നോക്കിയപ്പോൾ, ആസക്തി ഹൃദയത്തിൽ വിതയ്ക്കപ്പെടുന്ന കാഴ്ചകൾ കണ്ടപ്പോൾ, നഗ്നമായ ദൃശ്യങ്ങൾ, ലൈംഗികമായ ദൃശ്യങ്ങൾ, മ്ലേച്ഛമായ ദൃശ്യങ്ങൾ, പല സിനിമ കണ്ടപ്പോൾ, സീരിയലുകൾ കണ്ടപ്പോൾ, ചില പുസ്തകങ്ങൾ വായിച്ചപ്പോൾ, ചിത്രങ്ങൾ കണ്ടപ്പോഴെല്ലാം ഞങ്ങളുടെ ഹൃദയത്തിൽ വിതയ്ക്കപ്പെട്ട ദുരാസക്തികൾ അത് മുളച്ചു വളർന്ന് വലുതായി ഞങ്ങളെക്കൊണ്ട് അനേക പാപങ്ങളിലേക്ക് ഞങ്ങൾ നയിച്ചു. കർത്താവേ, ഞങ്ങൾ വ്യഭിചാരം എന്ന പാപത്തിന് കാരണമായി തീരാൻ ഞങ്ങളുടെ കണ്ണിലൂടെ കണ്ട അശ്രിതമായ കാര്യങ്ങൾ കാരണമായി തീർന്നിട്ടുണ്ട്. ഞങ്ങൾ നഗ്നത പ്രദർശിപ്പിച്ചതിലൂടെ മറ്റുള്ളവരെ വ്യഭിചാരത്തിലേക്ക് നയിച്ചിട്ടുണ്ട്. കർത്താവെ, ഈശ്വരം കേൾക്കുന്ന ആരെങ്കിലും ഈ പാപത്തിന് അടിമയാണെങ്കിൽ ആ പാപബന്ധനം നിന്ന് വിടുതൽ പ്രാപിക്കുവാൻ തക്ക വേണം അവിടുത്തെ പരിശുദ്ധാത്മാ മുഖാന്തരം പാപബോധവും പശ്ചാത്താപവും നൽകണമേ. കർത്താവായ യേശുവിൻ്റെ മുന്നിൽ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് പാപക്ഷമ സ്വീകരിക്കുവാൻ, പശ്ചാത്താപത്തിലൂടെ, കുമ്പസാരത്തിലൂടെ, അനുതാപത്തിലൂടെ പാപക്ഷമ സ്വീകരിക്കുവാൻ, യേശുവിൻ്റെ രക്തത്താലുള്ള വിശുദ്ധീകരണം പ്രാപിക്കുവാൻ അവിടുന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധി അമ്മേ, ദൈവമാതാവേ, അമ്മ എത്രമാത്രം പരിശുദ്ധിയാൽ നിറയപ്പെട്ട അതേ പരിശുദ്ധിയാൽ ഞങ്ങൾ നിറയപ്പെടേണ്ടതിന്, ഞങ്ങളുടെ ശരീരം പരിശുദ്ധമായി കാത്തു സൂക്ഷിക്കേണ്ടതിന്, ദൈവത്തിന് വസിക്കാൻ കൊള്ളാവുന്ന ദൈവത്തിൻ്റെ ആലയമായി ഞങ്ങളുടെ ശരീരം രൂപാന്തരപ്പെടേണ്ടതിന്, ഒരു വിശുദ്ധ ജീവിതം നയിക്കുവാൻ തക്കവണ്ണം ഞങ്ങളുടെ ശരീരത്തെ വിശുദ്ധീകരിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. സകല ശുദ്ധിമാന്മാരെ ശുദ്ധിമതിൽ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. സകല രക്തസാക്ഷികളുമേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. പിതാവേ, പ്രാർത്ഥനയ്ക്കായി സ്തോത്രം, അനുഗ്രഹിച്ചനായി സ്തോത്രം, മഹത്വമെടുത്തിരിക്കാൻ സ്തോത്രം. എല്ലാം ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ മരിച്ച് മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന ഞങ്ങളുടെ കർത്താവ്, ഞങ്ങളുടെ ദൈവമായ യേശുവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിൽ ചോദിക്കുമ്പോൾ കൃപയോടെ കേൾക്കണം നല്ല പിതാവേ. ആമേൻ.